എന്താണ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റ്? ഈ സ്റ്റോക്ക് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഫോറക്സ് മാർക്കറ്റ് എത്രത്തോളം വലിപ്പമുള്ളതാണ്? എനിക്കറിയാം, ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് എത്ര നേരം നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും? അപ്പോൾ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിന് ഇംഗ്ലീഷ് ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഇറ്റ്സ് എ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദാറ്റ് അലൗസ് വൺ ടു ട്രേഡ് കറൻസീസ്. അതായത് അതിന് മലയാളത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഗ്ലോബലി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഓക്കെ, അതായത് നമുക്കറിയാം കുറേ രാജ്യങ്ങളുണ്ട്. ആ ഒരു കുറേ രാജ്യങ്ങൾക്ക് അവരുടേതായ കുറേ കറൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അമേരിക്ക എടുക്കുകയാണെന്ന് വെച്ചാൽ ഡോളർ ഉണ്ട്, ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ റുപ്പി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കറൻസീസിനെ നമുക്ക് വാങ്ങിക്കാനും വിൽക്കാനും വേണ്ടി സാധിക്കുന്നത്, ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ആ ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് എങ്ങനെയാണ് പൈസ സമ്പാദിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളിപ്പോൾ ഇന്നലെ ഏകദേശം നിങ്ങൾക്കിപ്പോൾ അറിയാലോ $1 ഏകദേശം ഒരു 83 രൂപയോളം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നലെ നേരെ നിങ്ങളുടെ അടുത്തുള്ളൊരു ബാങ്കിൽ പോയി, എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു 83 രൂപ എടുത്തിട്ട് ബാങ്കിൽ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര ഡോളർ കിട്ടും? $1 കിട്ടും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ആ $1 കിട്ടി. എന്നിട്ട് ആ $1 നിങ്ങൾ ഇന്നലെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് ഇതാ ഇപ്പോൾ ഇന്നൊരു ഉച്ചയാവുന്ന സമയത്ത് ആ $1 വില 83 രൂപ അല്ലാതെ 85 രൂപയായി. ഓക്കെ, കുറച്ച് കാരണങ്ങളാൽ മുൻപ് 83 രൂപ കൊടുത്താലാണ് $1 കിട്ടുക, പക്ഷെ ഇന്ന് 85 രൂപ കൊടുത്താലാണ് $1 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നലെ എക്സ്ചേഞ്ച് ചെയ്തിരുന്ന ആ ഒരു $1 ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ ഇന്ന് നേരെ ആ ഒരു ബാങ്കിലോട്ട് പോയി ആ $1 കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇന്ന് എത്ര രൂപ കിട്ടും? 85 രൂപ കിട്ടും. ജസ്റ്റ് സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ 83 രൂപ കൊടുത്തു, $1 കിട്ടി. ഇന്ന് നിങ്ങൾ ആ ഒരു $1 കൊടുത്തു 85 രൂപ കിട്ടി. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എത്ര രൂപ ലാഭം കിട്ടി? 2 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് ഓക്കെ ആ ഒരു കറൻസീൻ്റെ മൂല്യം കൂടുകയും കുറയുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ അതിനെ ട്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലൂടെ പൈസ സമ്പാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റും തമ്മിലുള്ള വോളിയത്തിലുള്ള വ്യത്യാസം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരു വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ കറൻസി എത്ര പേര് വാങ്ങിക്കുന്നു വിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഈ വോളിയം നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം കൂടുതൽ പേരെ വാങ്ങിക്കും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വോളിയം തികച്ചും കൂടുതൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ വോളിയം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡെയിലി ആവറേജ് വോളിയം ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഏത് സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഡെയിലി ആവറേജ് വോളിയം ആയിട്ട് വരുന്നത് $22.4 ബില്യൺ ആണ്. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലെ ഡെയിലി ആവറേജ് വോളിയം എടുക്കുകയാണെങ്കിൽ $7.5 ട്രില്യൺ ഏകദേശം അത്ര വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്രയായിരുന്നു? ബില്യൺ ആണ്. ആൻഡ് ഫോറക്സിൽ നമുക്ക് വരുമ്പോൾ ട്രില്യൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോൾ ഈ ഒരു മില്യൺ ബില്യൺ ട്രില്യൺ എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷേ എത്രത്തോളം വലിപ്പമുള്ളതാണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വോളിയം 200 മടങ്ങാണ് ഫോറക്സ് മാർക്കറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വിരലിൻ്റെ ചെറിയൊരു ഭാഗമാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വോളിയമായിട്ട് വരുന്നത്. പക്ഷേ ഒരു മൊത്തം കൈയാണ് നമ്മുടെ ഒരു ഫോറക്സ് മാർക്കറ്റിൻ്റെ വോളിയമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പേർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് 24 hours ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഒരു വൈകുന്നേരം 3:30 ആകുമ്പോൾ അത് അവസാനിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഫോറക്സ് മാർക്കറ്റ് ഡെയിലി ഒരു 24 മണിക്കൂറും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. ശനിയാഴ്ച ഞായറാഴ്ച ലീവ് ആയിരിക്കും. പിന്നെ വേറെ ഹോളിഡേയ്സ് വരുന്നത് ഈ ഒരു ക്രിസ്മസിനും അതുപോലെ തന്നെ ന്യൂ ഇയറിനും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം 24 hours റൺ ആവുന്നതാണ്. അപ്പോൾ ഇതിന് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ തന്നെ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളത് എന്താണ്? ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. പല രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇതൊരു 24 hours മാർക്കറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടൈമിനനുസരിച്ചിട്ട് ഓരോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം എടുത്തിട്ട് നമുക്ക് ഇതിലൂടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചെറിയ കാര്യം മാത്രമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ.